തിരുവനന്തപുരം മൈരൂരിലെ രാജീവിന്റെ വീട്ടിൽ KSEB ജീവനക്കാർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഇപ്പോൾ രാജീവിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അല്പസമയം മുൻപ് തർക്കം നിലനിന്നിരുന്നു. എന്താണ് ഇത്രമാത്രം ഇത് വൈകാൻ കാരണമെന്ന് സംബന്ധിച്ച് ന്യായീകരണം ജീവനക്കാർ നിരത്തിയപ്പോഴാണ് അവിടെ നാട്ടുകാരൊക്കെ തന്നെ പ്രതിഷേധിച്ചത്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? പ്രതി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അതായത് വെട്ടമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 48 മണിക്കൂറുകളോളം ഉണ്ടായിരുന്ന നീണ്ട ഒരു പോരാട്ടമാണ് KSEBയുമായി. ഇക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കടക്കം ഒടുവിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കാം. അതായത് ഇപ്പോൾ KSEB ജീവനക്കാർ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഒരിക്കലും വരാത്ത കാര്യം പറഞ്ഞാൽ വയർ ഡാമേജ് ആയോ, മറ്റേ ഈ വയർ കത്തിയതിന്റെ പേരിലുള്ള ഡാമേജ് ആയിരിക്കും. അത് നാളെ നോക്കിയാൽ പറയാൻ പറ്റും. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വയറിൽ തന്നെ ഇന്നലെ എങ്ങനെ കത്തി എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. മീറ്റർ ബോർഡ് മൊത്തം മീറ്റർ കട്ടൗട്ടർ പീസ് കത്തി, മെയിൻ എല്ലാം ന്യൂട്രൽ ലിങ്ക് കത്തി, മെയിൻ ബോർഡെല്ലാം കത്തിയ സമയത്ത് ഈ വയറിൽ പോസ്റ്റ് സർവീസ് വയർ ഈ നമ്മളെ നമ്മളെ ലോഡ് കൊണ്ടും ഉണ്ടാവും. ഒരു വീട്ടിൽ 1000 വാൾസിന്റെ സ്ഥാനത്ത് 10000 വാൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കത്തും. അങ്ങനെയും കത്തും. ലോഡിന്റെ അടിസ്ഥാനത്തിൽ ക്രമേണ കത്തും. നമ്മളിപ്പോ 1000 വാൾസിന്റെ ലൈറ്റ് വയറിങ് ചെയ്ത് 1000 വാൾസിന്റെ വയറിങ് ചെയ്തിട്ട് മനസ്സിലായില്ലേ? ലോഡ് അപ്പോൾ പരിശോധിക്കാൻ കത്തിക്കിടക്കുമ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഡ് ഇങ്ങനെ പരിശോധിക്കാൻ പറ്റും. ഇന്ന് വന്ന വയർ പരിശോധിച്ചിരിക്കില്ല. വന്നവർ പറഞ്ഞത് നിങ്ങൾ ഇതിനെ വയറിംഗ് കംപ്ലീറ്റ് കട്ടൗട്ടർ പീസ് ഇരിക്കില്ല, 3 പീസ് കത്തിപ്പോയില്ലേ? അതായിരിക്കും ഇപ്പം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കട്ടൗട്ടർ പീസ് മെയിൻ ബോർഡ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പീസ് 3 പോയി, ന്യൂട്രൽ ലിങ്ക് പോയി, അതിന്റെ വയറെല്ലാം കത്തിപ്പോയി. അതിനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ യാതൊരു നിമിഷം കറണ്ട് കൊടുക്കാമെന്ന് ഇന്നലെ വന്നവരും പറഞ്ഞതുപോലെ ഇന്ന് വന്നവരും പറഞ്ഞു. സർവീസ് സെന്റർ കത്തിയൊന്നും ഇല്ല. അത് വന്നാൽ കാണിച്ചു തരാം. കത്തിയതല്ല, ഒരു വയറിന്റെ ഭാഗം ഒരു തന്നെ അതിപ്പം ടെമ്പറേച്ചർ ഇട്ടത് ഒരു പൈസിന്റെ ഒരു എൻഡിൽ 3 പൈസ എന്ന് പറഞ്ഞാൽ 3 പൈസ ഒരു ന്യൂട്രലും പറഞ്ഞാക്കണം 2 അവിടെ ഞാൻ പറഞ്ഞ 3 പൈസ കണക്ഷൻ വരും. 2 പേർ വരും, 4 പേർ വരും. ഒരു ന്യൂട്രലും 3 പൈസും വരും. 3 പൈസിൽ ഇപ്പം 2 പൈസും ന്യൂട്രലും നേരത്തെ വയറിൽ ഉണ്ട്. അതിൽ ഒരു പൈസയുള്ള വയറിൽ വന്നില്ല, സപ്ലൈ വരാത്തുണ്ടായിരുന്നു. നമ്മളിപ്പോ പെട്ടെന്ന് മനസ്സിലായി. അത് വയർ ഡാമേജ് വരുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് സർവീസ് ഒരിടത്ത് ഇവിടെ വരുമ്പോൾ പല കാരണം കൊണ്ടും വയറിന്റെ ഇടയ്ക്ക് ഡാമേജ് വരും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ സാധാരണ ചിലർ ജോയിന്റ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ 2 ജോയിന്റിൽ കൂടുതലുണ്ടെങ്കിൽ പുതിയ വയറിട്ട് കൊടുക്കും ഞങ്ങൾ. മറ്റേ ഇപ്പൊ ഒരു ജോയിന്റ് ആണ് ഇവിടെയാണ് ഡാമേജ് വയർ എന്തെങ്കിലും ഇട്ടൊക്കെ നമ്മൾ ജോയിന്റ് ചെയ്ത് ടാപ്പ് ഇട്ട് കൊടുക്കും. അതേപോലെ നമ്മളിപ്പോൾ നോക്കാൻ പറ്റും, രാത്രി ആയിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു വയറിട്ട് കൊടുത്തത്. നമ്മളിപ്പോ ചെയ്ത പണി ഇന്നലെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞാൽ എല്ലാം വൈകിട്ട് വരെ ചെയ്യാൻ പറ്റും. പീസ് കത്തി എറിഞ്ഞിരിക്കുന്ന പറഞ്ഞാക്കണം. പീസ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ക്ലിയർ ആക്കി നമുക്കൊണ്ട് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾ ക്ലിയർ ആക്കി തരാൻ പറ്റും. വൈകിട്ടൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് വൈകിട്ട് പറഞ്ഞത് രാവിലെ വന്ന് എയും ആൾക്കാർ വന്ന് പറഞ്ഞത് നിങ്ങൾ ഈ മെയിൻ ബോർഡ് പണി പൂർത്തിയാക്കി വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും നിങ്ങൾക്ക് കറണ്ട് തരാം. ഇപ്പോൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫീസ് വെച്ചെന്നുള്ള കാര്യം അറിഞ്ഞു. ഇവിടെ ഒരു മോള് എക്സിക്യൂട്ടീവ് പറഞ്ഞ മുകളിലോട്ട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ പണി ഇവിടെ പറഞ്ഞില്ല, നമ്മൾ സെഷൻ ഓഫീസിൽ പറഞ്ഞില്ല. മോൾ സാധാരണ കംപ്ലൈന്റ് ഒരു പരാതി വരും. ആ പരാതി നിങ്ങൾ ഇന്നലെ രാത്രി പരിശോധന നടത്തി. തുടർന്ന് ആ വീട്ടിലെ പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം രാവിലെ ഉണ്ട്. ആ പരിശോധന രാവിലെ നടത്തി. അതാണ് ഇന്നലെ രാത്രി വന്നവർ ആദ്യം പറയാം. ഇന്നലെ രാത്രി വന്നവര് ാണ് അവിടെ ഇത് വന്നത്. അപ്പൊ അവിടെ ഓവർസിയർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വീട് കൺസ്യൂമർ നമ്പർ ഇത്രയിൽ ഒരു വീട് അവർ ജീപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിൽ വന്ന് ആദ്യം തരുന്നത് ഇവിടെ ഡിസ്കണക്ട് ചെയ്ത്. നമ്മൾ ഏത് പണിക്ക് പോയാലും ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യും, നമ്മൾ അപകടം ഒഴിവാക്കുക. അതുപോലെ അപകടം ഒഴിവാക്കിയതിന് ശേഷമാണ് രണ്ടാമത് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്, ഈ കൺസ്യൂമർ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ കൺസ്യൂമർ തന്നിട്ടേ പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷയമായത്. അതൊന്നും ഞാൻ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അറിഞ്ഞത്. അത് പിന്നെ പോലീസ് പോയി. ഒറ്റ കാര്യം, ഈ പോസ്റ്റിൽ നിന്ന് മീറ്റർ വരെയുള്ള ഉത്തരവാദിത്തം KSEBക്ക് വയറിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അവര്
ആ വയറിന്റെ അറ്റഭാഗം കത്തിയിരിക്കുന്നു എന്ന് ചേട്ടൻ അല്പസമയം മുമ്പ് കത്തിയില്ല, ഒരു നീഡിൽ സപ്ലൈ വരണമെന്നാണ് പറഞ്ഞത്. കത്തിന്ന് ഞാൻ പറഞ്ഞില്ല. തകരാറാണ്. ഒരു നീഡിൽ സപ്ലൈ അത് തന്നെ. ആ തകരാറ് അത് ഏത് ഈ സർവീസ് വയറിന്റെ തുമ്പത്ത് അത് വരുന്നില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെ പരിഹരിക്കേണ്ടത്. KCB. ഓ അത് ഞാൻ പറഞ്ഞത് ഈ പരിഹരിക്കാൻ വേണ്ടി ഒരു അത് ഇപ്പോഴേ നമ്മൾ വന്ന് ഇപ്പൊ കട്ടവട്ടർ പീസും കാര്യങ്ങൾ മെയിൻ ബോർഡും ക്ലിയർ ആക്കി വെച്ചാൽ മാത്രമേ കൺസൺ കൊടുക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ചുമ്മാ കൊണ്ട് പറഞ്ഞാൽ ഈ സർവീസ് വയറിന്റെ കേസിൽ ആദ്യം പറഞ്ഞേക്കാം. ആദ്യം വീട്ടിലെ നിങ്ങൾ നമ്മൾ കൊണ്ട് വെറും മീറ്ററിൽ കൺസൺ കൊടുത്തോണ്ട് പോയി അവർ കൺസൺ കിട്ടുമോ? പറഞ്ഞേക്കണം. കത്തിയ വയറിന്റെ നിങ്ങൾ ആദ്യം പറഞ്ഞ വീട്ടിൽ പറഞ്ഞേക്കണം. 3 ബേസ് കണക്ഷൻ കൊണ്ട് 3 ബേസ് കണക്ഷൻ കൊടുത്തുകൊണ്ട് പോയാൽ ഇവർക്ക് വീട്ടിൽ കറണ്ട് കിട്ടുമോ? ഇവരൊക്കെ അതിന്റെ ഔട്ട് വരുന്ന ഭാഗമാണ് ഫീസ് ന്യൂട്രൽ ലിങ്ക്. പറഞ്ഞേക്ക് ആ ന്യൂട്രൽ ലിങ്ക് വഴിയാണ് ഇവർ വീട്ടിലേക്ക് പോണത്. ആ ഫീസ് വഴിയാണ് ഇവരെ വീട്ടിലേക്ക് ഡി ബി ബോക്സിലേക്ക് പോണത്. അത് മീറ്ററിൽ വന്നിട്ട് മീറ്ററിൽ നിന്ന് ഫീസിൽ വന്ന് പറഞ്ഞേക്കാം. മീറ്റർ വന്ന് മീറ്ററിൽ നിന്ന് ഫീസിൽ പോയി ഫീസിൽ ഡി ബിയിലേക്ക് പോകും. അപ്പൊ ഈ ഫീസ് ക്ലിയർ ആക്കി വെക്കേണ്ട ഫീസ് നമ്മളല്ല കൊണ്ടുവരേണ്ട, അവർ ഫീസ് ചെയ്യണം. അതാണ് ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ ഫീസ് ന്യൂട്രൽ ലിങ്ക് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്ലൈ തരാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ചില വിചിത്രവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രജനി KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ അഭിപ്രായ പ്രകടനം നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ പോസ്റ്റിൽ നിന്നും സാധാരണഗതിയിൽ ഏതൊരു വീടിന്റെയും ഈ KCB ഔട്ടിലേക്കുള്ള, അതായത് നമ്മുടെ മീറ്ററിലേക്കുള്ളതിന്റെ ഉത്തരവാദിത്തം KCBക്കാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം ഇന്നിപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മാറ്റി പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ നമ്മൾ ഈ വാർത്തയൊക്കെയായി ഇത് വലിയ തരത്തിലുള്ള പ്രശ്നമായതിനു ശേഷം ഇപ്പോൾ ഇവർക്ക് ഈ കണക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 7ഓളം അംഗങ്ങളുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അവർക്ക് ഈ രാത്രി ആശ്വാസമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ധാർഷ്ട്യം KCB ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിൽ പ്രശ്നമുണ്ട്. മാത്രമല്ല ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഗ്രഹനാഥൻ രാജീവിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ KCB ഉന്നയിക്കുന്ന വിചിത്രവാദങ്ങളെ കുറിച്ച് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണങ്ങളെ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. രാജീവേട്ടാ, ഇതിനകത്ത് ഇപ്പൊ ചില വിചിത്രവാദങ്ങളാണ് ഇവർ പറയുന്നത്. ഏതാണ് KCB ഉദ്യോഗസ്ഥരോട് പറയുന്ന ചില വിചിത്രവാദം? നിങ്ങളെ മുമ്പ് ചെല്ലേ അവർ സർവീസ് വയർ മാറ്റിയത്, സർവീസ് വയറിന്റെ കംപ്ലൈന്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബോധ്യം വന്നല്ലേ? അത് അവർക്ക് ഇന്നലെ ചെയ്യാറുന്നല്ലേ? മദ്യപിച്ച് വന്ന 2 ഈ ലൈൻമാൻമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇവർ ഇത്രയും നേരം അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു ദുരന്തം അനുഭവിച്ചത് ഞാനാണ്, കുടുംബവും ഞാനും എന്റെ കുടുംബവും കുട്ടികളടക്കമുണ്ട്. പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ടല്ല, എന്തൊക്കെ വ്യത്യാസമുണ്ട് നാളെ അവരൊന്ന് ബാക്കി റെഡിയാക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അതാണ് KCB ഉദ്യോഗസ്ഥരുടെ ഇതുമായി ബന്ധപ്പെട്ട ലൈൻ. അതായത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ വീട് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഈ പൈസ കൊടുക്കുന്നതാണ്, കൃത്യമായി പൈസ അടയ്ക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വീട്, ആ വീട്ടിൽ ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്, അതായത് വൈദ്യുതി ബന്ധം വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് മുൻപ് ആകാമായിരുന്നു. പക്ഷെ ചില അനാവശ്യ പിടിവാശികൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അവർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, അതായത് കാര്യമായ പൈസ കൊടുക്കുന്നതാണ്, വലിയ പൈസ കൊടുക്കുന്നതാണ് ഈ KCBയിൽ. കാരണം അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഈ വൈദ്യുതി ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിഷമം തോന്നും. കാരണം ഒരു ദിവസം ഒന്ന് വൈകി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫീസ് കട്ട് ചെയ്യുന്ന KCBയാണ്. ആ KCB ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 48 മണിക്കൂർ ഒരു കുടുംബത്തെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിയത്. ഇപ്പോൾ ഈ വീട്ടിൽ കറണ്ടുണ്ട്, ഈ പ്രശ്നം പരിഹരിച്ചു. അതായത് വാർത്തയായതിനു ശേഷം വൈദ്യുതി മന്ത്രിയൊക്കെ ഇടപെട്ടതിന് ശേഷം ആ പ്രശ്നം പരിഹരിക്കാൻ KCB ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ആ KCB ജീവനക്കാർക്ക് ഇത് ഇന്നലെയും കഴിയുമായിരുന്നു, ഇന്ന് പകലും കഴിയുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി KCB ജീവനക്കാർ പെരുമാറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇക്കാര്യത്തിൽ. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്ഷൻ കാണാൻ സാധിക്കും. അതായത് AC ഉണ്ട്, വലിയ ഫാനുകളുണ്ട്, ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ കാണുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രത്തോളം കറണ്ട് ചാർജ് ഈടാക്കിയിട്ടും ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്ത് നിന്നൊരു ശരിയായ രീതി. ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു താൽക്കാലിക സംവിധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. അക്കാണുന്ന സർവീസ് വയർ, അത് പുതിയൊരു സർവീസ് വയർ അവിടെ നിന്ന് എടുത്തതാണ്. ഈ കത്തിപ്പോയ സർവീസ് വയർ, അതായത് നമുക്ക് നമ്മൾ നോർമലി നമ്മളൊക്കെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും ഈ KCB ഓഫീസിൽ പോയി പൈസ അടയ്ക്കുന്നവരുമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ, അതായത് ഈ ഇവിടെയുള്ള വയറായിരുന്നു കത്തിപ്പോയത്. ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട KCB ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന അദ്ദേഹം ഇന്ന് മാത്രം ഡ്യൂട്ടിക്ക് കയറിയ ആളാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്ക് കുറച്ച് ആളുകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു സർവീസ് വയർ, അത് ഇപ്പോൾ താൽക്കാലികമായി മാത്രം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വയറാണ്. ഇനിയിപ്പം മീറ്റർ കംപ്ലൈന്റ് ആയി, അതല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ ഇവർ എത്രത്തോളം ന്യായം പറഞ്ഞാലും ആ ന്യായമൊന്നും ഇതിനകത്ത് മുഖവിലയ്ക്ക് പോകില്ല. കാരണം
KSEB ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഈ ഫീഡർ വയർ, അതായത് ഈ പോസ്റ്റിൽ നിന്നുള്ള വയറാണ് മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ശരി. സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് ചെറിയ പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ പിടിവാശികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലേതായാലും കറണ്ട് വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ 7ഓളം അംഗങ്ങളുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അവർക്ക് ഇന്നലെ അവർ കിടന്നത് കറണ്ട് ഇല്ലാതെയാണ്. ഇന്ന് അവർക്ക് കറണ്ടോടുകൂടി കിടക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ശരി ഷെഫി, എന്നാലും വാർത്ത അതിനുശേഷമാണ് ഈ രീതിയിലുള്ള ചൂട് KSEBക്ക് ഉണ്ടായത്. അപ്പോൾ അത് സ്ഥാപിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അനാവശ്യമായ പിടിവാശിയായിരുന്നു എന്ന കാര്യം വ്യക്തവുമാണ്. ഷഫീദ് റാവുത്തറാണ് സംഭവ സ്ഥലത്തും വിശദാംശങ്ങൾ നൽകിയത്.